ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ലഡുവിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പോളം കടലക്കപ്പൊടി എടുക്കുക. അതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്തെടുക്കുന്നത് അതിൽ തന്നെ അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ആദ്യം 1 കപ്പാണ് ഇട്ട് കൊടുത്തത്, രണ്ടാമത് 1 കപ്പ് കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ലഡുവിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ കപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. അതേപോലെ സോഡാപ്പൊടിയില്ലേ, അപ്പക്കാരം, ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും കേട്ടോ. ലൂസ് കൺസിസ്റ്റൻസി ആയാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ആയി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കലക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. കലക്കിയെടുക്കുമ്പോൾ നമ്മൾ വിസ്കോ സ്പൂണോ വെച്ചിട്ട് കലക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകാം കേട്ടോ. ഇനി കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ബൂന്തി തയ്യാറാക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇതുപോലെയുള്ള അരിപ്പക്കയിൽ എന്ന് പറയുന്നില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നത്. പക്ഷെ എൻ്റെത് ഇതിന് ഓൾസ് കണ്ടോ കുറച്ച് വലിപ്പം കൂടുതലാണ്. ഇത്ര വലിപ്പം വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇത് ആ അരിപ്പക്കയിലിന് പകരം നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന അരിപ്പക്കയിലുണ്ടല്ലോ, അത് കുറച്ച് ചെറിയ ഓൾസ് ഉള്ള അരിപ്പക്കയിൽ കിട്ടുമെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതേപോലെ സ്റ്റീലിൻ്റെ നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ കോരിയെടുക്കുന്ന അരിപ്പക്കയിൽ ഇട്ടുമെങ്കിൽ അത് തന്നെ മതി കേട്ടോ. ഇനിയില്ലേ, ഈ കടലമാവിലേക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലഡുവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ സാധാരണ കളർ ഉണ്ടല്ലോ, ഫുഡ് കളർ, അത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി എണ്ണയുടെ പാകം അറിയാൻ വേണ്ടിയിട്ട് ആ സ്പൂണിൽ നിന്ന് 1-2 ഡ്രോപ്സ് ആ എണ്ണയിലേക്ക് ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം. ശേഷം അതിങ്ങനെ ബബിൾസ് ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. എണ്ണ അധികം ചൂടാവാൻ പാടില്ല, എന്നാൽ അധികം കുറയാനും പാടില്ല കേട്ടോ. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ മാവ് അതിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ എടുത്ത ഏത് അരിപ്പക്കയിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിലേക്ക് ഇതിന് മാവ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് വലിപ്പമുള്ള പാത്രമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബൂന്തി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ സമയം നിൽക്കണ്ടേ. അതിനാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ളത് തന്നെ എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിന്റെ സൈഡ് വശത്തു നിന്നൊക്കെ ഒന്നിങ്ങനെ വിടുവിച്ച് അതിനെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ എണ്ണയുടെ ചൂട് കൂടാനും പാടില്ല, അധികം കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു ലെവലിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റുകയും ചെയ്യണം. എന്ന് വെച്ചാൽ അതൊന്ന് കുക്കായി വരുന്ന ആ ഒരു ടൈം. പിന്നെ അല്ലാതെ നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കരുത്. ഇതുപോലെ ഒന്ന് നല്ല ചൂടാണ്, എന്നാൽ ഒന്ന് തൊട്ട് നോക്കിയിട്ട് അതൊന്നിങ്ങനെ ഒരു സോഫ്റ്റും ആയിരിക്കണം, എന്നാൽ അത് കുക്കാവുകയും വേണം കേട്ടോ. ആ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു തൊടുമ്പോൾ അതൊരിങ്ങനെ സോഫ്റ്റ് ആവണം, എന്നാൽ അത് കുക്കായി കിട്ടുകയും ചെയ്യണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ആക്കിയെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചൊന്ന് ആവാനുണ്ടായിരുന്നു. ഇപ്പം എനിക്കിത് ആ ഒരു പാകം കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിങ്ങനെ ഉരുള എടുക്കുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അതിനു വേണ്ടി പറയാം. ഈ ഒരു കാര്യം നോക്കിയാൽ ലഡു നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിന്നെ കോരി മാറ്റണം. ഞാൻ പറഞ്ഞതുപോലെ ഫ്രൈ ആയി പോകരുത് കേട്ടോ. അപ്പോൾ മുഴുവൻ ഞാനിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റട്ടെ. ഞാനിപ്പോൾ ഇതൊരു അരിപ്പ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, അതിലുള്ള എണ്ണ കുറച്ച് പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ആ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്നിച്ചിടാതെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തതിന്റെ ബാക്കി അതിന്റെ ബാക്ക് സൈഡിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് വടിച്ച് മാറ്റി വെക്കണം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ വേണം രണ്ടാമത് ഒഴിച്ചു കൊടുക്കുക, എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടി പറയാന്ന്. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വലിയ പാത്രവും പിന്നെ അതുപോലെ നമ്മൾ രണ്ടാമത് ഒഴിക്കുമ്പോൾ അത് വടിച്ചെടുക്കേണ്ട കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ബൂന്തി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്പി ആയി പോകരുത്, അധികം സോഫ്റ്റ് ആവരുത്, ക്രിസ്പി ആവരുത്. ഇപ്പോൾ കംപ്ലീറ്റും ചെയ്ത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ പാത്രത്തിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇതിപ്പം എണ്ണയൊക്കെ പോയി നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ക്രിസ്പി ഒന്നും ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ പിടിക്കുമ്പം അധികം ക്രിസ്പി ആവുമ്പോൾ പൊടിയല്ലേ ചെയ്യുക, അതുപോലെ ആവരുത്, ഇങ്ങനെയാണ് ആയി കിട്ടേണ്ടത്. പിന്നെ അതുപോലെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് വലിപ്പമുള്ള ഉണ്ടാവുമല്ലോ, എങ്ങനെയായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ചെയ്യാം. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ചെറുത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്, മറ്റേ വലുത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ, വല്ലാണ്ട് അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തരിതരിപ്പോട് കൂടിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ അരഞ്ഞു പോവരുത്. ഇനി പൊടിച്ചെടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബൂന്തിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പം പൊടിച്ചതും പൊടിക്കാത്തതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഒരു ഒറ്റനൂൽ പരുവെന്ന് പറയുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. ആ തവിന്ന് കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ കയ്യിലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒറ്റനൂൽ പരുവാകുമ്പോൾ കറക്റ്റ് പാകമായി കേട്ടോ. ഇതിൽ കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ചുകൂടെ ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ നമ്മൾ ബൂന്തി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഗീ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ആ മധുരമൊക്കെ അതിലേക്ക് അങ്ങ് പിടിച്ച് അബ്സോർവ് ആയിട്ട് അതൊന്ന് ആ പാനിൽ നിന്നൊരു വിട്ട് വരുന്നൊരു പാകമായി കിട്ടും. ആ സമയത്ത് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിനുള്ള തണുപ്പ് കേട്ടോ. അധികം തണുത്തു പോയാലും നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമുക്കൊരു വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുഴുവനും വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് അത് അന്നേരം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, അതിനെ ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. അതിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടല്ല. അതേപോലെ ഞാൻ എല്ലാം ചൂട് തണിനതിന് മുൻപായിട്ട് ഷേപ്പാക്കാതെ ഉരുട്ടി വെക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആണ് ഷേപ്പാക്കി എടുക്കുക. അതാവുമ്പോൾ നമുക്ക് എളുപ്പമാവും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലേറ്റിലും തന്നെ വെച്ച് കുറച്ച് ആ പാനിൽ തന്നെ ഉരുട്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്നിക്കൽ യെല്ലോ റൈസിൻസ് അതല്ലെങ്കിൽ ബ്ലാക്ക് റൈസിൻസ് ഏതെങ്കിലും ഒന്ന് എണ്ണയിൽ ഗീലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതെൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാ കേട്ടോ. ഫ്രൈ ചെയ്യുന്നൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ ലഡുവിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് 1 or 2 എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ചിലർ അണ്ടിപ്പരിപ്പ് വെക്കുന്നതാണ്, അങ്ങനെ വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൈസിൻസ് മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ, കാഷ്നട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും ഇതേപോലെ വെച്ചിട്ട് എല്ലാം ഇനി ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പോൾ കംപ്ലീറ്റും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലഡുവാണ്. അപ്പോൾ മധുരം കഴിക്കാൻ ക്രേവിങ്സ് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലേ. കുറച്ച് പിന്നെ കടലക്കപ്പൊടിയും അതുപോലെ കുറച്ച് പഞ്ചസാരയൊന്നും നമ്മൾ വീട്ടിലുണ്ടാകുന്ന സംഗതികളല്ലേ ഇതൊക്കെ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും കൊടുക്കാം. ഇനി നമുക്കും മധുരം കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.